പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ട നല്ല അവസരത്തെ ഓർത്തു ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം കള്ളപ്രവചനത്തെ എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിനകത്ത് പല കള്ളപ്രവചനങ്ങളും ഒക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെ കൂട്ടമായി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സത്യത്തിന്റെ പ്രവചനം കേട്ടാൽ ആരും വിശ്വസിക്കുന്നില്ല. കള്ളപ്രവചനം കേട്ടാൽ അതിന്റെ പിന്നിൽ പോകാൻ ആളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് കള്ളപ്രവചനത്തിന്റെ മുമ്പിൽ ജനം തടിച്ചുകൂടുന്നു എന്ന് ചോദിച്ചാൽ, കള്ളപ്രവചനം ഒരിക്കലും ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കുന്നതല്ല, ജനത്തെ ആകർഷിക്കുന്ന ഒരു പ്രവചനമാണ് ഈ കള്ളപ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജനം അതിന്റെ പിന്നാലെ പോകുന്നത്. ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ചില ആലോചന നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ 16-ാം അധ്യായം 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരുടെ പ്രവചനത്തെ കണ്ടുപിടിക്കുവാനായി കഴിയും എന്ന് വ്യക്തമായ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഒരിക്കലും ദുരാത്മാവ് പ്രാപിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നല്ല വാക്ക് ഒരിക്കലും വെളിപ്പെടത്തില്ല. അഥവാ വെളിപ്പെട്ടാലും അതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില വ്യക്തികൾ കാശ് കൊടുക്കുന്നത് പോലെ ആദ്യം കുറെ കാശ് തരാമെന്ന് പറയും, എന്നിട്ട് പതുക്കെ നമ്മിൽ നിന്നും പലതിനെയും അപകരിക്കും. അങ്ങനെയുള്ള ഒരു തന്ത്രം ഇന്ന് ആത്മീയ ഗോളത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ആരും മറന്നു പോകരുത്. ശക്തമായ നിലവാരങ്ങളിൽ കള്ളപ്രവചനം വെളിപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മീയ ഗോളത്തിനകത്ത് മാത്രമല്ല, പല മേഖലയിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ ചിന്തിക്കണം. ഈ നാളുകളിൽ വ്യക്തമായി സൂക്ഷിക്കണം, വ്യക്തമായി ശ്രദ്ധയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതുകൊണ്ട് ഈ നാളുകളിൽ ശോധന ചെയ്യുക. ഈ നാളുകൾ തിരിച്ചറിവുള്ള വ്യക്തികളായി നമ്മൾ ആയിത്തീരുവാൻ ശ്രമിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.